ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ GTR വീഡിയോസ് ആയിരുന്നു ഇടുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കമൻസിൽ ഒരുപാട് പിള്ളേർ പറഞ്ഞു സിവിക്കിൻ്റെ വീഡിയോസ് ഇടുന്നു. സോ നമ്മൾ കുറച്ച് ദിവസമായി സിവിക്ക് എടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് സിവിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വേണം സിവിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം എടുത്തിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കുറച്ച് ദിവസമായാലും എടുത്തിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നല്ല ടയർഡാണ്, കാരണം നല്ല ഫിലിമിന് പോയി വന്ന് കിടന്നുണങ്ങി പിഞ്ചിട്ടുള്ളൂ. അതാ കൽബും സുട്ടും വന്നിട്ടുണ്ട്. അവന്മാർ എന്താ പറയുക അല്ലേ, അവന്മാർ ഇറങ്ങിച്ചിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. പിന്നെ നോക്കിക്കോ, അടുത്ത പരിപാടി നോക്കിക്കോ. ഓയിലേക്ക് നോക്കി, ഓയില് ചെക്ക് ചെയ്യാം നമുക്ക് ഫസ്റ്റ്, എന്നിട്ട് ബാക്കി നോക്കാം. സിറ്റി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, അവിടെ സിറ്റി ഇതൊക്കെ കിടക്കുക നമ്മുടെ. പിന്നെ താറ് പുറത്ത് കിടക്കുന്നുണ്ട്. താറ് വേണ്ട, താറ് വാഷ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ സിവിക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം സിവിക്ക് എടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പുറത്തിറങ്ങാന്ന് വെച്ചിട്ടാണ്. നമുക്ക് ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൽബ് ഇരുന്നിട്ട് ഇതാ ഓയിൽ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സൗണ്ടൊക്കെ പോയി. ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്. ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. കൽബ് റെഡിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുക. എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയല്ലോ, എല്ലാ ഓയിലും ചെക്ക് ചെയ്ത് നോക്കി. ഇത് സ്ക്രൂ ഇട്ടതാണ്, ജസ്റ്റ് അവിടെ ഒരു സ്ക്രൂ വരും, അത് ഇട്ടതാണ്. ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. ഒരു സ്ക്രൂ എടുത്ത് 1.5 സുട്ടോ ബാക്കിലുണ്ടാവും, ബാക്കിൽ ടൂൾസ് ബോക്സിലുണ്ടാവും. കനം കൂടിയത് എടുത്തോ. അതാ കൽബ അതിൻ്റെ സ്ക്രൂ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി. അതിൻ്റേതായ ചെറിയൊരു ഇതുണ്ടാവും. സൈലെടുത്തിട്ട് രണ്ട് ഫ്ലൈഡോറും പൊക്കിച്ചു. വാവ്, ബ്യൂട്ടി. കുറച്ച് ദിവസമായി പിള്ളേർ ഇങ്ങനെ കമൻസിലിടുന്ന് എന്താ പറയുക, സിവിക്കിൻ്റെ വീഡിയോ ഇടുന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുള്ള് GTR ആണല്ലോ, അതുകൊണ്ടായിരിക്കും. ഇവിടെ താറ് ഇവിടെ ഉണ്ട്. താറ് ഇങ്ങനെ കിടന്ന് ഓടുണ്ട്. ഏസി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടാ. ഓക്കെ, എന്തായാലും ഓയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അവർ ആ സ്ക്രൂ എടുക്കാൻ പോയിട്ടുണ്ട്. സ്ക്രൂ എടുത്ത് വന്നിട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഓയിലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇപ്പുറത്തേക്ക് ഇടാം, എന്നിട്ട് വാഷ് ചെയ്യാം. ഫുൾ വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതെടുത്തിട്ടൊന്ന് ജസ്റ്റ് ഇറങ്ങാം. ഓക്കെ, ഇവിടെ കുറച്ച് വെളിച്ചം കുറവുണ്ട് കേട്ടോ. എന്താടാ അതെന്തിനും ഇങ്ങോട്ട് എടുത്തിട്ട് വരുന്നേ? ഇത് അവിടെ വെച്ചാൽ മതി. അവിടെ അല്ല പൈപ്പ്, വണ്ടി ഇങ്ങോട്ട് ഇടാമല്ലോ. വണ്ടി അങ്ങോട്ട് ഇടും, അവിടെ ഉണ്ടാക്കി. ആ കിടക്കുന്നത് 1.5 കവറാണ് കേട്ടോ, മടക്കി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. ടെറ്റയാ സെറ്റായി. 3-4 സ്ക്രൂ അവിടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. ഓയിൽ നോക്കിയാൽ കിടക്കും കേട്ടോ. ഓയിൽ നോക്കാൻ അറിയോ? ഇല്ല, ഈ വെറുതെ നോക്കി നോക്ക്. ഓക്കെ ആണോ നോക്കി നോക്കോ. ഓയിൽ കിറ്റൊക്കെ പൊളിക്കോ? കേറണ്ട. അപ്പോൾ ഓയിൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സംഭവം അവിടെ ഫിക്സ് ചെയ്തിട്ടാ. ഇനി സുട്ട് വണ്ടി എടുത്തിട്ടുണ്ട്. സുട്ടായതുകൊണ്ട് ഓടിക്കാറിയോ? അങ്ങടാറുണ്ട് കേട്ടോ. എന്താ ഒരു പ്രത്യേക തരം ശബ്ദമൊക്കെ, ശബ്ദമൊക്കെ. അപ്പർ ബെയറിങ്ങിൻ്റെ ആണ് ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ ഗ്യാപ്പ് ഇടറാ, നിക്കാനുള്ള ഗ്യാപ്പ് ഇട്. നിങ്ങളോട് ഓടിക്ക്, സ്ട്രൈറ്റ് ആക്ക്. ഒന്നുകൂടെ ഓടിച്ചേ. മതി. ഓട്ടോ മതി. എത്ര ഗ്യാപ്പ് വേണ്ട, നിന്ന് കഴുകണ്ടേ. ഇപ്പോൾ വണ്ടി ഓൾമോസ്റ്റ് ഇങ്ങോട്ട് ഇട്ട് നമുക്ക് ആ പൈപ്പ് വെച്ചിട്ട് അടിക്കാം. മോട്ടർ വെക്കണില്ല. ആ പൈപ്പ് വെച്ചിട്ട് നമുക്ക് വെള്ളം അടിക്കാം. ഓക്കെ,
അത് ഓഫ് ചെയ്താ ഗ്ലാസ് കയറ്റി ചുട്ടതേ വാഷിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അൽബാ കവർ മടക്കിയ കറന്നറ ഈ കവർ ഇല്ലെന്നാണ് ഏത് ചളി എന്ന് പറയാനില്ല കേട്ടോ, പൊടി മാത്രമേ ഉള്ളൂ, വലിയ കാര്യമായിട്ട് ചളി ഇല്ല. കാരണം അന്ന് വാഷ് ചെയ്തിട്ടാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട്, അതുകൊണ്ടായിരുന്നു. എന്തായാലും അവൻ വാഷ് ചെയ്യട്ടെ. വേറൊരു സംഭവം ഉണ്ട് കാണിച്ചു തരാൻ. ഇത് ഇന്ന് കുറച്ച് പിള്ളേർ വന്നിട്ട് തന്നതാണ് കേട്ടോ. ആരാ വന്നത് എന്താണെന്ന് അറിയില്ല, ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. ആ ടൈമിലാണ് വന്നത്. അവർ വന്നിട്ട് തന്നിട്ട് പോയി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ഒരു ഷോട്ട് എടുക്കണം, എന്നിട്ട് അവരുടെ ഒന്നുകൂടി വരുത്തണം. എന്തായാലും ഭയങ്കര ഇഷ്ടമായി. 100K കൺഗ്രാറ്റ്സ് ബ്ലാക്ക് ബാരൽ 100K ഫാമിലി. എന്തായാലും നൈസായി, അടിപൊളിയായി, ഒരുപാട് സന്തോഷം. എന്തായാലും ചുട്ട് ഫുൾ വെള്ളം അടിച്ചാ ഫ്രണ്ടിൽ കായിണ്ടാ, ഫ്രണ്ട് കിറ്റിൻ്റെ അവിടെ കായിണ്ടാ, ഫുള്ളായിട്ട് വെള്ളം അടിക്കി. എന്നിട്ട് ഷാമ്പൂ ഇട്ടിട്ട് തുടച്ചെടുത്താൽ മതി. ആ ബക്കറ്റിലും കുറച്ച് വെള്ളമാക്കിക്കോ. ബൊമ്പർ ഒന്ന് നന്നായിട്ട് അടിച്ചോ. മതി. ഞാൻ ബക്കറ്റ് ഒന്ന് ഫില്ല് ചെയ്തോ, എന്നിട്ട് ഷാമ്പൂ എടുത്തിട്ട് തരാം. കഴുകി കഥ പറയണ എടുക്കില്ല. ആദ്യം എന്താ പറയുക, പ്ലാനിങ് ലൈക്ക് അടുത്ത ജീവിതം കണ്ടിട്ടാണ് സുട്ടുപുഴ കഴുകിക്കൊണ്ടിരിക്കുന്നത്. കൽബിന് കുറെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതെ, എൻ്റെ കൂടെ നടക്കണ്ടെന്ന് പറയണേ അല്ലേ? കൽബ എവിടെ? കൽബിനെ കാണാൻ ചെല്ല മുങ്ങിയാ എവിടെ? ആ അവിടെ ഉണ്ട്. കൽബത്തെ വീല് കഴിക്കൊണ്ടിരിക്കുക. എന്ത് വെള്ളം അടിക്കാനാ? നിക്കടാ, വീലെത്തട്ടാ, തിരക്കടിക്കല്ലേ. കഴിഞ്ഞു കേട്ടോ ഓൾമോസ്റ്റ്. സോപ്പൊക്കെ ഇട്ട്. ആ അതെ, അത് ഞാൻ കഴുകിയോണ്ട്. ഞാനാ വാഷ് ചെയ്തോടെ വന്നിരുന്നോണ്ട്, അല്ലെങ്കിൽ അത് ഫാസ്റ്റ് ആവില്ല. മനസ്സിലാക്കിപ്പോയി. നമുക്ക് വെള്ളം അടിക്കാം. വെള്ളം അടിച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് പുറത്ത് പോകാട്ടോ. ഓക്കെ, ഇതിപ്പോൾ വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ. സോപ്പുകളിലൊക്കെ കഴിഞ്ഞ് വീല് 4 വീലും കഴുകി സോപ്പിട്ടു, ഫുള്ള് ബോഡി എത്തിച്ചു. ഇപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുളിച്ചതാ, ഞാൻ 2 പ്രാവശ്യം കുളിച്ചതാ. എടാ എനിക്ക് വന്നിട്ടും കുളിച്ച്, രാവിലെയും കുളിച്ച്. എന്നെ പോലെ കുളിക്കാറൊക്കെയാന്ന് ചോദിച്ചാൽ ആ വീലിൻ്റെ മുകളിൽ കടിക്കും. വീലിൻ്റെ മുകളിൽ ഇത് പോട്ടെ, ബാക്കിത്തെ വീലിൻ്റെ മുകളിൽ കടിച്ചോ. ഫുൾ സോപ്പ് പോട്ടെ കേട്ടോ, ഫുൾ ബോഡിയുടെ മുകളിൽ എത്തിച്ചോ. കഴിഞ്ഞിട്ടേ വണ്ടിയാണ്ട് കയറ്റിട്ടോ, അവിടെ അവിടെ തുറക്കാം. അപ്പം എന്തായാലും വെള്ളം അടിച്ച് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വണ്ടി അങ്ങോട്ട് ഇട്ട് അവിടെ തുറക്കാം. ഓക്കെ, വെള്ളം അടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി വണ്ടി എടുത്തിട്ട് നമുക്ക് ഈ സൈഡിലേക്ക് ഇടാം, എന്നിട്ട് അവിടെ ഇട്ട് വാഷ് ചെയ്യാം. അതിലാവട്ടോ, ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. ഒന്നൂടെ കാലം എടുത്തേ. ഇനി പിന്നെ കൊടുക്കാം. പെട്ടെന്ന് ഓഫ് ചെയ്തോ. ഒന്നുമില്ലടാ, ഇങ്ങോട്ട് ഇറങ്ങിക്കോ. ഓക്കെ ഓക്കെ, ഞാൻ സൗണ്ട് കേട്ടിട്ട് കുറച്ച് ദിവസമായില്ല, അതുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞതാ. ഇനി നമുക്കത് ഫുള്ള് വൈപ്പ് ചെയ്തെടുക്കാം. വൈപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ചുറ്റാ തുറക്ക്. എന്ത് നോക്കിക്കണേ? അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വാഷ് ചെയ്ത് കയറ്റിയിട്ടു. പുറത്തിറക്കാൻ പറ്റിയില്ല, വേറെ ഒന്നുമല്ല, നമ്മൾ വേറെ കുറച്ച് ബിസിയിൽ ഇറങ്ങിപ്പോയി, അതുണ്ടായത്. സോ നമ്മളിപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഫുൾ ആക്കണമല്ലോ. സോ നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങായി. എന്തായാലും നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഷ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി എടുക്കണം. നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങായി. എന്താ പറയുക, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഒരു ചായ പിടിക്കാന്നുള്ള വലിയ പോവാണ്. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങാം.
ഗായ്സ് നമ്മൾ ഇറങ്ങി സുട്ടുവിനെ വിളിക്കാൻ വേണ്ടി വന്നാണ്. സുട്ടുവിൻ്റെ വീട് കേട്ടോ. സുട്ടു ഇപ്പോൾ വരും. ഒരു പാൻറ്റ് മാറാനാന്ന് പറഞ്ഞിട്ട് പോയതാണ്, കാണാനില്ല. സുട്ടു ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സാധനമല്ലേ. നമ്മൾ കറക്റ്റ് സമയത്തിന് ഇറങ്ങാൻ നോക്കുമ്പോൾ വരില്ല. പെട്രോളില്ല. പെട്രോളിക്ക് തോന്നുന്നത് വഴി നിൽക്കുന്നുണ്ടോ തോന്നുന്നത് ചിലപ്പോൾ. സുട്ടു വരുന്നുണ്ട്. അൽ സുട്ടു കുളിച്ചാ? കുളിച്ചിട്ടില്ല അത്ര. തള്ളലാണ് തള്ളു. കുളിച്ചിട്ടില്ല. കുളിച്ചൂടെ? ഞാൻ കുളിക്കാറില്ല. അവൻ കുളിക്കാറില്ല കേട്ടോ. ഞാൻ കുളിക്കാത്തൊരു മനുഷ്യനാണ്. അയ്യോ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു, സോറി പടാം. അപ്പൊ നമ്മള് വണ്ടി എടുത്ത് മെയിൻ റോഡിലേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി പെരുമ്പിലാവുക്കാണ് പോകുന്നത്. പെരുമ്പിലാവ് പോയിട്ട് നൈസായിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ വണ്ടി ഇപ്പോൾ കുറച്ച് ദിവസമായാലും നമുക്ക് ഇടയ്ക്ക് എടുക്കണം. എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ സൗണ്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമോ. ഇപ്പോൾ ഞാൻ എടുത്ത് കുറച്ചിട്ട് ഇറങ്ങിയപ്പോൾ ബ്രേക്ക് നൈസായിട്ട് കുറവുണ്ടായിരുന്നു. ഇപ്പം അത് പമ്പ് ചെയ്ത് ഓക്കെ ആയി. അതെന്താ സംഭവം എന്ന് അറിയാം. ചിലപ്പോൾ ഇങ്ങനെ എടുക്കാതെ കിടന്നിട്ട് ആയിരിക്കും. ഒരു 2 ആഴ്ച ആയില്ലേ നമ്മൾ എടുത്തിട്ട്? 2 ആഴ്ച ആയി തോന്നുന്നുണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ട്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് വരും. അപ്പോൾ വണ്ടി എപ്പോഴും എടുക്കണം. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ ഇട്ടിട്ട് കാര്യമില്ല. വണ്ടി ഒന്ന് മൂവ് ചെയ്യിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കംപ്ലൈൻറ്റ്സ് വരും. ഇനി ബാക്കി പെരുമ്പിലാവ് എത്തിയിട്ട് ആദ്യം പെട്രോൾ അടിക്കണം. പെട്രോൾ ഇല്ല കേട്ടോ. അപ്പോൾ ഫുള്ള് കഴിഞ്ഞ് കിടക്കുന്നത് ഈ ഒരു ഇതിലാണ് പോകുന്നത്. എത്തി എന്നുള്ള ലെവലിലാണ് പോകുന്നത്. എന്തായാലും എത്തുക നോക്കാം. തോന്നുന്നില്ല, കുറച്ചുകൂടി ഉള്ള അവിടുന്ന് എത്തുവെച്ചാൽ ഭാഗ്യം. അവിടുന്ന് പോലുമില്ല. ഫസ്റ്റ് നമുക്ക് പോലുമില്ലണം. ഫ്യൂൽ അടിച്ചിട്ട് വേണം നമുക്ക് എന്താ പറയുക ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് പമ്പ് എത്തണ വരെ നോക്കാം. നമ്മളങ്ങനെ പെരുമ്പിലാവ് എത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂവൽ നമുക്ക് അടിക്കണം. സോ നമ്മൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ പെരുമ്പിലാവ് വരെ എത്തി ഗായ്സ്. പെട്രോളൊന്നും കഴിയാതെ. ആക്ച്വലി തീരെ പെട്രോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പമ്പോ തുറന്നിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ നമുക്ക് പമ്പ് കിട്ടി. ഞാൻ വഴിയിലൊക്കെ ഒന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യം പമ്പ് കിട്ടി. കയറും ചിലപ്പോ. അയ്യോ സിഞ്ഞാലോ. അപ്പോൾ നമുക്ക് 1000 രൂപയ്ക്ക് പെട്രോൾ പറഞ്ഞിട്ടുണ്ട്. അടിക്കട്ടെ. കുറച്ച് ദിവസമായി. അപ്പം അതുകൊണ്ടാണ്, വേറെ ഒന്നും അല്ലല്ലോ. ഇതിൽ പെട്രോൾ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ അടിച്ചിട്ടിട്ട് ഞാൻ ആക്ച്വലി ഉമ്മാനായിട്ട് കല്യാണത്തിന് വേണ്ടിണ്ടായിരുന്നു. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. സോ ഒന്ന് ഫില്ലാക്കട്ടെ. ഓക്കെ. നമ്മളങ്ങനെ 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഇറങ്ങിയിട്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ട് 1000 രൂപയ്ക്ക് അടിച്ചത് അല്ലേ? ഒന്ന് എന്താ, അല്ലാതെ പെട്രോളിന് വില കൂടിയോണ്ടല്ലോ അല്ലേ? പണ്ടൊന്നും 1000 രൂപ അടിച്ച് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞില്ല. അല്ലാതെ പെട്രോളിന് വില കൂടിയോണ്ടല്ലോ അല്ലേ? പെട്രോളിന് വില കൂടിയിട്ടൊന്നുമില്ല. എന്താ വില എന്നെ വിചാരം അങ്ങനെ കിട്ടണേ? അല്ല ഈ 3-4 ദിവസമായിട്ട് ഇപ്പൊ എന്താ വ്യത്യാസം വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് എന്താ വ്യത്യാസം വന്നിട്ടുള്ളത്? ഒരാഴ്ചയായിട്ടെന്നല്ല, നമ്മൾ അടിക്കാറില്ല തന്നെയാണ്. അപ്പോഴൊക്കെ ഇത്ര തന്നെ വരാറുള്ളൂ. ബാപ്രേ. എൻ്റെ അമ്മ, എന്നാണാവോ ഈ റോഡൊക്കെ ഒന്ന് നേരാവുക? എന്നടാ ഒന്ന് സമാധാനത്തോടു കൂടി ബ്രേക്ക് ചവിട്ടാതെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും. ഒരു മിനിറ്റ് ചേട്ടാ, തിരക്കടിക്കട്ടെ. ഒരു മിനിറ്റ്. ഞങ്ങളിങ്ങനെ വേണച്ച
വിചാരിച്ചിട്ട് ആക്കണതല്ല, അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മെല്ലെ പോണത് പോലും. ഇവർക്കൊന്നും മനസ്സിലാവണ്ടേ, ഇവർ ബാക്കിൽ വന്ന് ഇങ്ങനെ ഹോൺ അടിക്കുക. അറിയായിട്ടാണ്, വേറെ ഒന്നല്ല. ഓ പെട്രോൾ അടിച്ചപ്പോൾ ഒരു സമാധാനമായിട്ടാ. അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പോകണം. എപ്പോൾ നിൽക്കും വഴിയിൽ നിൽക്കും. ടെൻഷൻ എന്ന് പറയാനൊന്നുമില്ല, നമ്മളെ സ്ഥിരം പരിപാടി തന്നെയാണ്. അന്ന് പരിപാടിക്ക് പോയിട്ട് റിയാസിന്റെ കല്യാണിന്റെ നമ്മുടെ കാൽഗരിയുടെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് പോയിട്ട്, പക്ഷെ അത് എടാ മീറ്റർ ഓൾറെഡി അന്ന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല നമ്മൾ ക്ലിയർ ആക്കിയത്, കുറച്ച് ആയിട്ടില്ലല്ലോ നമ്മൾ ക്ലിയർ ആക്കിയിട്ട്. അന്ന് ഓൾറെഡി കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ആ ഒരു കട്ടൻ 1000 രൂപ അടിച്ചിട്ട് മതി, ധാരാളമാണ്. നമുക്ക് ഇവിടുന്ന് ചായ നൈസായിട്ട് എന്തെങ്കിലും കഴിക്കാം. വണ്ടി റോട്ടിൽ തന്നെ ഉണ്ടേ. ഞാനിപ്പോൾ എങ്ങനെ ആലോചിക്കുന്നത്, ഗായ്സ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഷവർമ്മ ഇല്ല, എനിക്ക് ഷവർമ്മ തന്നെ കഴിക്കണം. ഷവർമ്മ ആഗ്രഹിച്ചിട്ട് ഇറങ്ങിയതാണ്. ഒരു ചായ ഒരു ഷവർമ്മ കഴിച്ച് സെറ്റ് അല്ലേ. ഷവർമ്മ വേണ്ടിയിരിക്കില്ല, പക്ഷേ ഞാൻ ഷവർമ്മ കഴിച്ചിട്ട് കുറേ ആയി. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഷവർമ്മ അതുകൊണ്ട് ഇറങ്ങിയതാണ്. നമുക്ക് ഷവർമ്മ തപ്പി നടക്കാം. നമ്മളങ്ങനെ പെരുമ്പിലാവുന്ന് പോകുന്നത് കുന്നോളം റോട്ടിൽ. കുന്നോളം അടുത്തെത്തിയിട്ടാ. ഷവർമ്മ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ബാക്കി ഫുഡ് കഴിച്ചിട്ട് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഒരു ഷേക്ക് പാർസൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ ഞാൻ അങ്ങനെ ഇടാറില്ല വീഡിയോയിൽ, അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കണം ഭാഗം ഇടാഞ്ഞത്. എന്തായാലും ഷേക്ക് പാർസൽ മേടിച്ചു. അത്രയും സമയം അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അമ്മമാരെന്തായാലും മെല്ലെ മെല്ലെ കുടിക്കുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. സീനാണല്ലോടാ റോഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഷവർമ്മ ഒക്കെ കഴിച്ചിറങ്ങി. എന്താ പറയുക, കുഴപ്പമൊന്നുമില്ല അല്ലേ ഷവർമ്മ, വലിയ സുഖമില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉദ്ദേശിച്ച് വന്ന ആ ഒരു ഇതിലേക്ക് എത്തിയില്ല. റൊമാലി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, റൊമാലി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല, കഴിച്ച്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ റിട്ടേൺ പോയിട്ടിരിക്കുകയാണ്. റോഡ് ഭയങ്കര സീനാണ്. ഉണ്ടായി കുന്നോളം ടു പെരുമ്പിലാവ് വരെ ആദ്യ സീനാണ്. ഇത്ര കാലം എന്നറിയാം നിങ്ങൾ എടുക്കുന്നത് രക്ഷയില്ല. പിന്നെ ഷവർമ്മ തിന്നാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നതെന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ വഴിക്കേ വരാറില്ല, പ്രത്യേകിച്ച് സിവിക്കേറ്റ്. നമുക്കിനിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിൽ പോവുക, അതാണ് പരിപാടി. എന്തായാലും ഈ റൂട്ടൊന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഈ ഒച്ചപ്പാടല്ലേ, ഈ റോഡ് കംപ്ലൈൻ്റ് ആയ കാരണം ഭ്രാന്ത് പറ്റി. ഓക്കെ, നമ്മൾ അവിടുന്ന് നല്ല റോട്ടിൽ കയറി കുറച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് വീട് എത്താനായിട്ടാണ്, നമ്മൾ വീടിൻ്റെ വഴി എത്താനായി. പിന്നെ എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിറങ്ങിയത്, കുറച്ച് ദിവസമായല്ലോ എടുത്തിറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്തിറങ്ങിയെന്നുള്ളൂ. പിന്നെ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചു വണ്ടി എവിടെയാണ്, വണ്ടി സിവിക്ക് എടുത്തിട്ട് ഇറങ്ങി, സിവിക്കിൻ്റെ വീഡിയോ കാണിക്കുക, സിവിക്ക് സെയിലായോ എന്നൊക്കെ ചോദിച്ചു. സിവിക്ക് ഇപ്പോൾ സെയിലായിട്ടില്ല, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. വേറൊന്നുമല്ല വില ഒക്കെ ആവാനായിട്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. നമ്മളൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും. ആ റേറ്റ് ഇങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രമേ ഞാൻ അത് കൊടുക്കുള്ളൂ. കാരണം വെറുതെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കൊടുക്കണം എന്നുള്ളത് അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ടാണ് പട്ടി പിന്നാലെ ആയിരുന്നു. എന്താ ബയ്യുള്ള വണ്ടിയിലൊക്കെ പട്ടി പിന്നാലെ വരുന്നല്ലോ. അതുകൊണ്ടാ തോന്നിയത്, സുട്ടുള്ളതുകൊണ്ടാണല്ലേ, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തു എന്നുള്ളൂ, വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമ്മളതേ വീട്ടിൽ സേഫായി തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് ഒരു ഡ്രൈവർ ഇറങ്ങിയതാണ്. കുറച്ച് ദിവസമായാലും വണ്ടി എടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ. സോ അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ 100K സെലിബ്രേഷൻ ഓൾറെഡി നമ്മൾ വെക്കുന്നുണ്ട്. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ സ്ഥലം ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ്. അപ്പോൾ തിരക്കൊന്നും കഴിഞ്ഞിട്ട് ഒരു 30 ശേഷം നമ്മൾ വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തോ. 100K സെലിബ്രേഷൻ ഞാൻ പറഞ്ഞ പോലെ കേട്ടോ. പിന്നെ 100K നമ്മൾ ജീപ്പ് പണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ആക്ച്വലി നമ്മൾ വീട് പണി ഇറക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വർക്കിലേക്കും അതുപോലെ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ എല്ലാവരും വെയിറ്റ് ആക്കുക.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാക്കണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.